ഈ ഒരു വാഹനത്തിൻ്റെ ഇൻ്റർകൂളർ വലിയ ഒരു ഇൻ്റർകൂളറാണ്. നമ്മൾ റേഡിയേറ്ററിന് സമാനമായിട്ടുള്ള വലിയ ഒരു ഇൻ്റർകൂളറാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത്. ഹായ്, ഞാൻ സബിൻ സലീം. വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. ഷവർലയുടെ ഡീസൽ ജെറ്റ് എന്നറിയപ്പെടുന്ന വാഹനമാണ് ക്രൂസ്. അപ്പോൾ ഈ ഒരു ക്രൂസിന് പൊതുവെ വരുന്ന കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ആകുമ്പോഴത്തേക്ക് ക്ലച്ച് സംബന്ധമായിട്ടുള്ള വിഷയം, ക്ലച്ചിൻ്റെ ഭാഗത്ത് നിന്ന് കടകട ശബ്ദം, അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് വരുന്ന കേസിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ വീഡിയോയിലോട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം വെച്ചാൽ, പൊതുവേ ഇതിന് പിക്കപ്പിൻ്റെ ഇഷ്യൂവും ബ്ലാക്ക് സ്മോക്കും വരുന്നൊരു കേസിട്ടുണ്ട്. അതായത് കുറച്ച് ഓടിക്കഴിയുമ്പോഴത്തേക്കാണ്, ഓട്ടം കുറവുള്ള വണ്ടിക്കായിരിക്കും ഒരു പക്ഷേ പെട്ടെന്ന് ഈ ഒരു കേസിട്ട് ക്രൂസിനെ സംബന്ധിച്ച് വരുന്നത്. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? സ്വാഭാവികമായിട്ടും നമ്മൾ സ്ഥിരം പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും കാണിച്ചെന്ന് ഒന്നും കൂടെ പറഞ്ഞേക്കാം. അപ്പം ക്രൂസ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്രൂസിൻ്റെ പിക്കപ്പിൻ്റെ ഇഷ്യൂ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പലരും പലപ്പോഴും വിട്ടുപോകുന്നൊരു കേസിട്ടാണ്. അതായത് ക്രൂസിനെ സംബന്ധിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് സർവീസിൻ്റെ ഭാഗത്തോട്ട് കൂടുതൽ ശ്രദ്ധിക്കാത്തൊരു കേസിട്ടാണ് EGR കൂളർ, മാപ്സ്, സേഫ്റ്റി സെൻസർ പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഇതെല്ലാം ഇളക്കിയിട്ടുണ്ട്. നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മൾ എന്തൊക്കെ സാധനങ്ങളൊക്കെയാണ് ഇളക്കി ക്ലീൻ ചെയ്യുന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. പഴയ മോഡൽ ഒരു ക്രൂസാണ്, അതായത് ടൈമിംഗ് ബെൽറ്റ് വരുന്ന ടൈപ്പ് ഒരു ക്രൂസാണ്. ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ത്രോട്ടിൽ ബോഡി വരുന്നുണ്ട്. ഇതാണ് ഈ ഒരു ത്രോട്ടിൽ ബോഡി വരുന്നത്. കണ്ടോ, ഈ ഒരു ഐറ്റമാണ്. ഇത് മൊത്തവും അഴുക്ക് കയറി ശരിക്കും വർക്കാവാത്ത ഒരവസ്ഥയിലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങളിതാ ഈ ഒരു ഇലക്ട്രിക്കൽ കൺട്രോൾ യൂണിറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഈ ഒരു ഭാഗം മൊത്തം ഡാമേജ് ആയിട്ട് ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ച് സെറ്റാക്കി വെച്ചേക്കുകയാണ്. മൊത്തവും എറോൾ ടൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചേക്കുകയാണ്. ഇതിന് ഫിറ്റ് ചെയ്യുമ്പോൾ അറിയാം എന്താകും അവസ്ഥ എന്നുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു നിലവിലൊരു സാഹചര്യം. പക്ഷേ നമ്മൾ ഫുള്ളും നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ EGR യൂണിറ്റ്, അതായത് ആ വാൽവ് യൂണിറ്റും കാര്യങ്ങളും അവിടെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇത് കണ്ട, ഇത് വന്നിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ EGR കൂളിംഗ് യൂണിറ്റാണ്. ഇപ്പം ഈ ഒരു ക്രൂസിൻ്റെ EGR കൂളിംഗ് യൂണിറ്റ് വരുമ്പോഴത്തേക്ക് EGR കൂടെ വരുന്ന എക്സോസ്റ്റ് ഗ്യാസിനെ കൂൾ ചെയ്യാൻ, തണുപ്പിക്കാനായിട്ട് കൊടുത്തേക്കുന്ന സംവിധാനമാണ്. അപ്പം ഇതിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ വലിയ പുട്ടൂറ്റി കണക്കത്തെ മുട്ടനൊരു സാധനമാണ്. കേട്ടോ, എൻ്റെ വിരലിങ്ങനെ വെച്ചാൽ അങ്ങറ്റ് എത്താത്ത രീതി വലിയൊരു ഐറ്റമാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് നോക്കുകയാണെങ്കിൽ നിറയെ ഹോളുകൾ കാണും. അതിലെയാണ് ഈ ഒരു എക്സോസ്റ്റ് ഗ്യാസ് പാസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അകത്തൂടെ നല്ല രീതിയിൽ ഡീസൽ വാഷ് ചെയ്ത് ഒരു എന്തെങ്കിലും ബ്രഷിനൊക്കെയുള്ള സാധനം ഇറക്കി, നമ്മൾ ഈ കുപ്പിയൊക്കെ കഴിയുന്ന ബ്രഷില്ലേ, അതാണ് സാധനം ഇറക്കി നല്ലോണം എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കും. ഇതിലേ വരുന്നതെന്ന് വെച്ചാൽ, ഇതിലേ കയറുന്നത് കൂളൻ്റാണ്. കൂളൻ്റ് കയറി ഇന്ന് കയറി ഔട്ട് വരും. ആ രീതിയിലാണ് വരുന്നത്. ഈ ഒരു ഐറ്റവും ഇളക്കി നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ഫ്ലോ കാരണം, ഇപ്പോൾ എക്സോസ്റ്റ് ഗ്യാസ് സ്വാഭാവികമായിട്ടും കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കും. ഈ ഒരു കാർബൺ ഡെപ്പോസിറ്റ് വന്നിട്ട് ഈ ഹോളുകൾ അടയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അടഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എക്സോസ്റ്റ് ഗ്യാസ് കറക്റ്റിന്, അതായത് കൃത്യമായൊരു ക്വാണ്ടിറ്റിയിൽ ഈ ഒരു കൂളിംഗ് യൂണിറ്റിൽ കൂടെ പാസ് ചെയ്യത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് വണ്ടിക്ക് പിക്കപ്പ് ഇഷ്യൂസും സ്മോക്കിൻ്റെ പ്രശ്നവും വരാം. അതുപോലെ തന്നെ ഇതിൻ്റെ പൈപ്പുകൾ, അതായത് ഇത് EGR ഒരു പൈപ്പാണ്. ഈ ഒരു പൈപ്പൊക്കെ നല്ല രീതിയിൽ അടവായിരുന്നു. കാര്യം വെച്ചാൽ നമ്മളൊരു വിരലിട്ടാൽ പോലും ചിലപ്പോൾ ഹോള് കിട്ടാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആ ഹോള് നമ്മൾ വിരൽ കയറാത്ത രീതിയിൽ അടവായിരുന്നു. ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അടഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ EGR പ്രോപ്പറായിട്ട് വർക്ക് ആവത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് വണ്ടിക്ക് പിക്കപ്പ് ഇഷ്യൂവും അതുകണക്കിന് കാര്യമായ ബ്ലാക്ക് സ്മോക്കും ഒക്കെ സംഭവിക്കാം. EGR ഭാഗങ്ങൾ ക്ലീൻ ചെയ്യുമ്പം ഇത്തരം ഭാഗങ്ങൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന കണക്കുള്ള EGR കൂളിംഗ് യൂണിറ്റും ഈ പൈപ്പുകളും ഇനിയിപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്, ആ PC കാണിച്ചുതരാം. അത്തരം ഭാഗങ്ങളും നിർബന്ധമായിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യണം. അടുത്തൊരു ഐറ്റമാണ് ഇല്ലറ്റ് മാനിഫോൾഡ്. ഇല്ലറ്റ് മാനിഫോൾഡിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇല്ലറ്റ് മാനിഫോൾഡ്. ഈ കാണുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇല്ലറ്റ് മാനിഫോൾഡ് എന്ന് പറഞ്ഞാൽ. ഇല്ലറ്റ് മാനിഫോൾഡിൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ തെർമോസ്റ്റാറ്റ് വാൽവ് യൂണിറ്റും വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് തെർമോസ്റ്റാറ്റ് വാൽവ് യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇല്ലറ്റ് മാനിഫോൾഡ് കൃത്യമായിട്ട് ഇളക്കി നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇല്ലറ്റ് മാനിഫോൾഡിൽ വരുന്ന അടവ് നല്ല രീതിയിൽ ഈ ഒരു എഞ്ചിൻ്റെ പെർഫോമൻസിനെ ബാധിക്കാനും വലിവിൻ്റെ വിഷയങ്ങൾ വരാനും സ്മോക്ക് വരാനുള്ള സാധ്യത എന്നല്ല വരും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. നിങ്ങൾ ഈ ഒരു ഇല്ലറ്റ് മാനിഫോൾഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഹോളും അത് കണക്കിന് ഒരു ബോൾട്ടിട്ട് മുറുക്കാനുള്ള സ്ഥലം കാണുന്നുണ്ട്. ഇവിടെ എന്താണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ വാഹനത്തിൻ്റെ MAP മാനിഫോൾഡ് ആബ്സലൂട്ട് പ്രഷർ സെൻസറാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. ഈ കാണുന്ന കുഞ്ഞു സാധനമാണ് ഈ ഒരു ഐറ്റം വരുന്നത്. ഇതിൻ്റെ അകത്തുള്ള വിഷയം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളിലോട്ട് ഈ ഒരു ഹോളിനുള്ളിലോട്ട് ഫുള്ള് EGR കൂടെ എന്തായാലും എക്സോസ്റ്റ് ഗ്യാസാണ് വരുന്നത്. അതിലുണ്ടാകുന്ന കരിയും കാര്യങ്ങളൊക്കെ ഇല്ലറ്റ് മാനിഫോൾഡിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചുറ്റും അടിയുകയും ഇത് അടയുകയും ചെയ്യും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇത് കൃത്യമായിട്ട് സെൻസ് ചെയ്യാതെ വരും. അതായത് MAP സെൻസർ, മാനിഫോൾഡ് ആബ്സലൂട്ട് പ്രഷർ സെൻസർ കൃത്യമായിട്ട് സെൻസ് ചെയ്യാതെ വരും. സെൻസ് ചെയ്യാതെ വരുന്ന സാഹചര്യത്തിൽ
കാര്യമായ രീതിയിൽ പവറിൻ്റെ ഒരു വിഷയമുണ്ടാകും. അത് കണക്ക് തന്നെ വലിവിൻ്റെ ഒരു വിഷയമുണ്ടായിരിക്കും. സ്മോക്ക് ഉണ്ടാകും. ചില സമയങ്ങളിൽ വരുന്നതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഇഞ്ചക്ടർ വർക്കാവാതെ വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഡീസൽ കത്താതെ വരുന്ന രീതിയിൽ ഒരു എരിപ്പക്കിയൊക്കെ ചാവും. നമ്മൾ ഈ രാത്രിയൊക്കെ വിളക്ക് കത്തിച്ച് വെക്കുമ്പോൾ ലൈറ്റിൻ്റെ ചുറ്റൊക്കെ ഒരു പക്കി കിടന്ന് പറക്കുമല്ലോ, അതിനെ നമ്മൾ കൊല്ലുകയും ചെയ്താൽ ഭയങ്കര സ്മെല്ല് വരത്തില്ലേ, അതുകൊണ്ടൊക്കെയുള്ള സ്മെല്ലും കണ്ണെരിയുന്ന രീതിയിലുള്ള ഒരു സ്മോക്കും അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വരും. ഒരു ബ്ലൂ ഷെയ്ഡ് അല്ലെങ്കിൽ വൈറ്റ് ഷെയ്ഡ് സ്മോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ കറുത്ത പുക വരാനുമുള്ള സാധ്യത ഈ ഒരു MAP സെൻസർ അടയുകയാണെങ്കിൽ ക്രൂസിന് വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ സാധ്യതയല്ല, വരുമെന്നുള്ളത് ഉറപ്പാണ്. അടുത്തത് MAF സെൻസർ, അതായത് മാസ് എയർ ഫ്ലോ സെൻസർ. ഈ സെൻസറിൽ 2 സെൻസറുകളാണ് വരുന്നത്. ഈ ഒരൊറ്റ യൂണിറ്റിൽ 2 സെൻസറാണ് വരുന്നത്. എയർ മാസ് സെൻസറും അത് കണക്കിന് ഇൻടേക്ക് എയർ ടെമ്പറേച്ചർ സെൻസറും. ഇതിൽ എത്രത്തോളം എയറിനെ സക്ക് ചെയ്തെടുക്കുന്നുണ്ട് എന്നുള്ളതും അത് കണക്കിന് ഈ സക്ക് ചെയ്തെടുക്കുന്ന എയറിൻ്റെ ടെമ്പറേച്ചറും അളക്കുന്ന ഒരു സംവിധാനമാണിത്. ഇതിനനുസരിച്ചാണ് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നത്. അപ്പം ഈ ഒരു ഐറ്റം കംപ്ലൈൻ്റ് ആണെങ്കിലോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എയർ ഫിൽറ്ററിൽ ട്രാപ്പാവാത്ത ചെറിയ തരികളൊക്കെ എങ്ങനെയെങ്കിലും കയറി ഇതിൻ്റെ ചുറ്റുപാടുമൊക്കെ പറ്റി ഇരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇതിൻ്റെ സെൻസ് ചെയ്യാൻ പറ്റാത്ത രീതി ഒരുപാട് വണ്ടികൾ നമുക്ക് വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ വണ്ടികൾ വന്നിട്ടുണ്ട്. സെൻസ് ചെയ്യാൻ പറ്റാത്ത രീതി, ഇപ്പം എയർ ഫിൽറ്ററൊന്നും കൃത്യമായിട്ട് മാറാതിരിക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരിക. അല്ലെങ്കിൽ ഒരു 30,000 കിലോമീറ്ററോ അല്ലെങ്കിൽ 20,000 കിലോമീറ്റർ കൂടുമ്പോഴേക്ക് ഇതൊന്ന് ജസ്റ്റ് ഇളക്കി ക്ലീൻ ചെയ്യാതിരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിലൊക്കെ ഇതിന് ചുറ്റും മണ്ണ് കണക്കൊക്കെ ഒരുമാതിരി പൊത്തി ഇങ്ങനെ ഒരുമാതിരി വന്നിരിക്കും. ഏതെങ്കിലും വണ്ടി വരുമ്പോഴത്തേക്കും ഞാൻ കൃത്യമായിട്ടൊരു വീഡിയോ ഇട്ടുതരാം നിങ്ങൾക്ക്. അത്തരം വരുന്ന സാഹചര്യത്തിൽ ഈ 2 സെൻസറുകളും കൃത്യമായിട്ട് വർക്കാവത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നേരത്തെ മാപ്പ് സെൻസറിന് പറഞ്ഞതിന് സമാനമായിട്ടുള്ള പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ കാര്യമായ മിസ്സിങ്ങോ സ്റ്റാർട്ടിങ്ങിൽ ഏതെങ്കിലും സിലിണ്ടർ വർക്കാവാത്ത പോലെ തപ്പ് എന്നുള്ളൊരു വിഷയമോ ഒക്കെ ഈ ഒരു സെൻസർ കംപ്ലൈൻ്റ് ആയി വരും. ഈ 2 സെൻസറും ക്ലീൻ ചെയ്യുന്നത് ഡീസലിലോ പെട്രോളിലോ ഒന്നും തന്നെ ക്ലീൻ ചെയ്യരുത്. ത്രോട്ടിൽ ബോഡി ക്ലീനർ വെച്ച് തന്നെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം. ഒരു കാരണവശാലും ഡീസൽ, പെട്രോള്, അതാണ് WD-40 അത്തരത്തിലുള്ള സാധനങ്ങൾ വെച്ചൊന്നും ക്ലീൻ ചെയ്യരുത്. മണ്ണെണ്ണ, ടർപ്പൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വെച്ച് ക്ലീൻ ചെയ്യരുത്. ത്രോട്ടിൽ ബോഡി ക്ലീനർ വെച്ച് തന്നെ ക്ലീൻ ചെയ്യണം. ഇൻ്റർകൂളറാണ് ഈ കാണുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻ്റർകൂളർ. വലിയ ഒരു ഇൻ്റർകൂളറാണ്. നമ്മൾ റേഡിയേറ്ററിന് സമാനമായിട്ടുള്ള വലിയ ഒരു ഇൻ്റർകൂളറാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. ഈ ഒരു ഇൻ്റർകൂളറിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഓയിൽ കയറിയിട്ട് ഇതിലുള്ള ഹോളുകളൊക്കെ ഒരു എയർ ഫ്ലോ കുറയാനുള്ള, അതായത് ഇവിടെ വരുന്ന ഈ ഒരു പാസേജ് ഉണ്ടോ അതിലെല്ലാം എയർ ആണ് വരുന്നത്. അപ്പം ഈ ഒരു എയർ കൃത്യമായിട്ട് പാസ്സാവാതിരിക്കാനുള്ള സാധ്യത വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എൻജിനിലോട്ട്, അതായത് കമ്പഷൻ ചേമ്പറിലോട്ട് വരുന്ന എയറിൻ്റെ ക്വാണ്ടിറ്റി കുറയാനും കൃത്യമായിട്ട് ഓക്സിജൻ കിട്ടാതെ വരുമ്പോഴത്തേക്ക് കരിയോടുകൂടി കരിഞ്ഞ സ്മോക്ക് വരാനുമുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും. നിങ്ങൾ കൃത്യമായിട്ട് ഇത്തരം ഭാഗങ്ങളിളക്കി ക്ലീൻ ചെയ്യണം. ഇനി വണ്ടിയുടെ കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്ന ഇല്ലറ്റ് മാനിഫോൾഡ് ഉണ്ടോ, ഇല്ലറ്റ് മാനിഫോൾഡിലോട്ട് ഇതേ കണക്ക് കരിയും കാര്യങ്ങളും ഡെപ്പോസിറ്റൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൽ വലിയൊരു റിസ്ക് ഉണ്ട്. എന്താണ് റിസ്ക് എന്ന് പറഞ്ഞാൽ, ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അകത്തോട്ട് പോവുകയാണെങ്കിൽ, അതായത് ഈ ഒരു കരിയും കാര്യങ്ങളൊക്കെ എൻജിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ വാൽവിൻ്റെ ഇടയിൽ പോകാനും വണ്ടിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇഷ്യൂ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു കാരണവശാൽ ഇപ്പോൾ ഈ ഒരു സാധനമൊക്കെ നിങ്ങൾ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇട്ട് ചുമ്മാ അവിടെ ഇട്ട് തിക്കി പൊക്കി എടുക്കരുത്. ഒരു ബെൻഡുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ടൂൾ ഉണ്ടാക്കി വെച്ചേക്കുക. കൃത്യമായിട്ട് കയറ്റി പയ്യെ തോണ്ടി വെള്ളിലോട്ട് എടുക്കുക. അല്ലാതെ ഒരു കാരണവശാലും വേസ്റ്റ് എന്തെങ്കിലും കയറ്റി വല്ലതും വെച്ച് അടിച്ച് അവിടെ ഇട്ട് തന്നെ കഴുകി തുടച്ച് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിക്കരുത്. പണി കിട്ടും. EGR വാൽവ് കൊണ്ട് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതുണ്ട് EGR വാക്വം വാൽവും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. ഇതിനിപ്പം ഇളക്കി ക്ലീൻ ചെയ്യാനുണ്ട്. ബോൾട്ട് ടൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇളക്കുന്നില്ല. അതുപോലെ നിങ്ങൾ ഈ ഒരു ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഫുള്ള് ഓയിൽ ലീക്ക് ഉണ്ട്. ഇത്തരത്തിൽ ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാൾഡോർ ഇളക്കി കറക്റ്റ് ചെയ്താൽ മാത്രമേ റെഡി ആവുള്ളൂ. വാൾഡോർ ഇളക്കി അതിൻ്റെ പാക്കിങ് കാര്യങ്ങളും മാറണം. പക്ഷേ ഇതിലൊരു വിഷയമെന്ന് വെച്ചാൽ ഇതിലെ കേസിട്ട് ഇഞ്ചക്ടേഴ്സാണ്. 1 2 3 4 ഇഞ്ചക്ടേഴ്സും ഇളക്കിയാൽ മാത്രമേ ഈ ഒരു വാൾഡോർ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഈ ഇഞ്ചക്ടർ ഇളക്കുമ്പോഴുള്ള സീൻ എന്ന് പറഞ്ഞാൽ, ഇഞ്ചക്ടർ എന്തെങ്കിലും ഇമ്പാക്റ്റ് കൊടുത്ത് ഇളക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ തക്കിയും പിക്കൊക്കെ എടുക്കേണ്ടി വന്നാൽ ഇഞ്ചക്ടർ റിപ്പയർ ചെയ്യുകയോ അതല്ലാന്നുണ്ടെങ്കിൽ സർവീസ് ചെയ്യുകയോ അതുമല്ലാന്നുണ്ടെങ്കിൽ റീപ്ലേസ് വരെ ചെയ്യേണ്ട സാഹചര്യം വരാം. ഈ ഒരു വാഹനത്തിൻ്റെ എയർ ഫിൽറ്ററാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. എയർ ഫിൽറ്റർ കേസാണ്. എയർ ഫിൽറ്റർ ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി പുതിയത് മാറി എയർ ഫിൽറ്ററാണ്. എന്തായാലും ഇളക്കി ക്ലീൻ ചെയ്യണം. അപ്പം എയർ ഫിൽറ്ററും നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണം. എയർ ഫിൽറ്റർ കൃത്യമായിട്ട് മാറണം എന്ന് പറയുന്ന കാരണമെന്ന് വെച്ചാൽ, എയർ ഫിൽറ്റർ കംപ്ലൈൻ്റ് ആവുകയാണെങ്കിൽ നമ്മൾ ഈ കാണിച്ചു തന്ന ഈ നേരത്തെ കാണിച്ചു തന്ന EGR ആയിക്കോട്ടെ, ഇൻ്റർകൂളർ ആയിക്കോട്ടെ, മാപ്പ് സെൻസർ ആയിക്കോട്ടെ, എയർ ഫ്ലോ സെൻസർ ആയിക്കോട്ടെ, ഇല്ലറ്റ് മാനിഫോൾഡ് ആയിക്കോട്ടെ, ടർബോ ആയിക്കോട്ടെ, ഇത്തരം ഭാഗങ്ങളൊക്കെ ഡാമേജ് ആകും. അതായത് അകത്തേക്ക് കൃത്യമായിട്ട് എയർ കിട്ടാതെ വരുമ്പോഴത്തേക്ക് എക്സോസ്റ്റ് ഗ്യാസ് കൂടുതൽ എഞ്ചിനിലേക്ക് ചെല്ലാനും ഒക്കെയുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എയർ ഫിൽറ്റർ കൃത്യമായിട്ട് മാറണം എന്ന് പറയുന്നത്. എയർ ഫിൽറ്റർ അടയുകയാണെങ്കിൽ നമ്മളെ മൂക്കമായും പൊത്തിപ്പിടിച്ചാൽ നമുക്ക് എന്താ സംഭവിക്കും? ശ്വാസം മുട്ടി നമ്മൾ മരണപ്പെടും. അതുപോലെ തന്നെയാണ് വാഹനത്തിൻ്റെ എയർ ഫിൽറ്ററിന് കംപ്ലൈൻറ്റ് വന്നാലും
നമ്മൾ ഇല്ലറ്റ് മാനിഫോൾഡ് വരുന്ന ഭാഗത്ത് ഹെഡിൽ വരുന്ന ഇല്ലറ്റ് പോർട്ട് ഉണ്ടല്ലോ, ഇല്ലറ്റ് പോർട്ടിൽ ഈ പറഞ്ഞ പോലെ EGR നിന്ന് വരുന്ന എക്സോസ്റ്റിക് ഗ്യാസിൻ്റെ കാർബൺ ഡെപ്പോസിറ്റൊക്കെ വന്ന് അടിഞ്ഞിട്ട് കാര്യമായ രീതിയിൽ അടവും കാര്യങ്ങളൊക്കെ വരും. അത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം. അത് ക്ലീൻ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ക്ലീൻ ചെയ്യരുത്. അങ്ങനെ ക്ലീൻ ചെയ്താൽ, അതായത് ഇട്ട് കുത്തി ഇളക്കി ക്ലീൻ ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഈ കാർബൺ മൊത്തവും അല്ലെങ്കിൽ കരി ഏതെങ്കിലും രീതിയിൽ വാലിൻ്റെ ഇടയിൽ പോവുകയാണെങ്കിൽ വാലിന് ബെൻഡ് വരാനുള്ള സാധ്യതയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ വാൽവ് പ്രോപ്പറായിട്ട് ക്ലോസ് ആവാതിരിക്കാനും സ്റ്റാർട്ട് ആവാൻ പ്രശ്നം കാണിക്കാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ഒന്ന് ചെക്ക് ചെയ്തോണം. ചിലപ്പോൾ നമ്മളെ കൂടുതൽ പലർക്കും ഈ ഒരു വിഷയം വന്നിട്ടുണ്ടായിരിക്കും. ക്ലീൻ ചെയ്ത് ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് സെൽഫ് അടിക്കുമ്പോഴത്തേക്ക് ടൈമിംഗ് ചെയിൻ ഡാമേജ് ആണെങ്കിൽ കംപ്രഷൻ പോയണക്ക് ചക്ക ചുമ്മാ കിടന്ന് കിടക്കും. എനിക്കും കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ പണികൾ. അപ്പം അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കിയും കണ്ടും വേണം ഈ ഒരു ഐറ്റം ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പം ക്രൂസ് ഉള്ളവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇത്തരം ഭാഗങ്ങളൊക്കെ നിങ്ങളെ വാഹനത്തിൽ എല്ലാ 30,000 കിലോമീറ്ററിലും ക്ലീൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ഇളക്കി നല്ല പക്കായിട്ട് ക്ലീൻ ചെയ്യണം. ടർബോയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന നോക്കണം. ടർബോയ്ക്ക് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതായത് നല്ല രീതിയിൽ പ്ലേയോ കാര്യങ്ങളോ കാര്യമായ ഓയിൽ ലീക്കോ അല്ലെങ്കിൽ എഞ്ചിൻ ഓയിൽ തന്നെ കൃത്യമായിട്ട് അതേ കണക്ക് തന്നെ പുറത്തോട്ട് വരുന്നു എന്നുള്ള കേസിട്ടൊക്കെ കാണുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇളക്കി ടർബോ സർവീസ് ചെയ്യണം. എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഡീസൽ ജെറ്റ് കൃത്യമായിട്ട് ജെറ്റ് എന്നുള്ളൊരു പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ വണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായ രീതിയിൽ ഈ ഒരു വാഹനം സർവീസ് ചെയ്ത് കൊണ്ടു നടക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ക്രൂസ് ഉള്ളവർക്കെല്ലാം ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.